Hello guys, welcome back to Scene Podcast, Season 2, Episode number 4. So today, I just want to start this episode with apologizing because ഞാൻ കുറച്ച് നാളായി ഇങ്ങനെ ഇറ്റ്സ് ബീൻ എ വൈൽ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് ആൻഡ് കുറച്ച് നാളായി ഇങ്ങനെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ആൻഡ് സീനാണ് ഗൈസ്. ലൈഫിൽ കുറേ സംഭവങ്ങളൊക്കെ സംഭവിച്ചു. എന്താ പറയുക, ഞാൻ കുറച്ച് എപ്പിസോഡ്സൊക്കെ എടുത്തു വെച്ചിരുന്നു, ഇങ്ങനെ സംസാരിച്ചെടുത്തു വെച്ചിരുന്നു. പക്ഷെ അതൊക്കെ പോയി. ഞാൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, കുറച്ച് ഫയൽസൊക്കെ പോയി. പിന്നീട് അതിനുശേഷം മൊത്തത്തിൽ മടിയായിപ്പോയി. കാര്യം നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിലും ഓഡിയൻസ് വളരെ കുറവാണെങ്കിലും പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ സൈഡ് ക്ലിയർ ചെയ്യണമല്ലോ. അങ്ങനെ കുറച്ച് അധികം പണിയെടുത്ത് റെക്കോർഡ് ചെയ്ത സാധനം എല്ലാം പോയി. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് എടുക്കാൻ ശ്രമിച്ചില്ല. ഞാൻ പിന്നെ വേറെ കുറേ കാര്യത്തിൽ തിരക്കാൻ. വേറെ കുറേ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചവർക്കെങ്കിലും അറിയായിരിക്കും, ഞാൻ കുറച്ച് പാട്ടൊക്കെ ചെയ്തു. ചുമ്മാ കവറില്ല, കുറച്ച് സ്വന്തമായിട്ട് പാട്ടൊക്കെ ചെയ്തു. സോ ഐ വാസ് ലൈക്ക് വെയിറ്റ് ചെയ്യണോ, ഒരു ഫുൾ സെറ്റ് സോങ്സ് ഇറക്കിയിട്ട് എന്നിട്ട് നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ആലോചിക്കാൻ. അപ്പോൾ പിന്നീട് ഞാൻ വിചാരിച്ചു, ഇല്ല വേണ്ട, നമുക്ക് ഓരോ സോങ് ഇറങ്ങി അതിനെപ്പറ്റി അങ്ങ് സംസാരിച്ചാലെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ചെയ്യാം, ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, നമുക്ക് പോഡ്കാസ്റ്റ് എടുക്കാം എന്നൊക്കെ വിചാരിച്ച് മടിയാണ് ഗൈസ്. വിചാരിച്ചങ്ങിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ പോയി. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു, എനിക്ക് 2-3 മാസം ആയെന്ന് തോന്നുന്നു ഞാൻ പോഡ്കാസ്റ്റൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അതിൻ്റെ വൺ ഓഫ് ദ റീസൺസ് ഇതാണ്. ആൻഡ് ഇന്ന് റെക്കോർഡ് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്ക് പോഡ്കാസ്റ്റ് എനിക്കൊരു മെയിൽ വന്നായിരുന്നു. ലൈക്ക് അനാലിറ്റിക്സ് നമുക്ക് വരുമല്ലോ. അപ്പം എൻ്റെ സർപ്രൈസിംഗ്ലി നമുക്ക് അത്യാവശ്യം കുറച്ച് ഓഡിയൻസ് ഉണ്ട്. അതെല്ലാം 0-ലോട്ട് വന്നു. അപ്പം ദേവർ ലൈക്ക്, സീ മാൻ, നിനക്ക് ഇത്രയും ഉണ്ടായിരുന്നു, നീ കുറച്ചും കൂടെ പഴയതുപോലെ ചെയ്തു തുടങ്ങുന്ന, മേ ബി നല്ല ഓഡിയൻസൊക്കെ വരുമായിരിക്കും. നല്ല ഓഡിയൻസാണ് ഇപ്പോഴും. സോ ഇനിയും കുറച്ചധികം ഓഡിയൻസ് വരുമായിരിക്കും എന്ന് പറഞ്ഞപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എനിക്ക് ഇത്രയും നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ എത്ര ആൾക്കാരെ ഞാൻ വെറുതെ കളഞ്ഞോ സീൻ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. സോ ബൈ ദ വേ, എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ ഇൻട്രോ മ്യൂസിക് എൻ്റെ നിന്ന് പോയെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല. സോ കമ്മിങ് ബാക്ക് ടു അവർ മെയിൻ ടോപ്പിക്. ഞാൻ കുറച്ച് സോങ്സ് ചെയ്തു ഗൈസ്. അതിൽ എല്ലാ സോങ്ങും എന്താ പറയുക, കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, മച്ചാൻ എന്താണ് ഇങ്ങനെ സോങ്സ് ചെയ്യാൻ കാര്യം, അല്ലെങ്കിൽ ഇതിൽ പ്രത്യേകിച്ചൊരു അർത്ഥമില്ലാത്ത വരികളാണല്ലോ, പ്രത്യേകിച്ച് എനിക്ക് ഡസൻറ്റ് മേക്ക് സെൻസ്. നല്ല നല്ല ട്യൂണാണ്, പക്ഷെ എന്താ ലിറിക്സ് ഇങ്ങനെ, അല്ലെങ്കിൽ നല്ല ലിറിക്സാണ്, എന്താണ് ട്യൂൺ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ എനിക്ക് ഒരു കാര്യമേ പറയുള്ളൂ, ഞാനൊരു ലിറിസിസ്റ്റ് അല്ല. അങ്ങനെ തന്നെ പറയുന്നത്, എന്തോ അതല്ല. ആൻഡ് ഓൾസോ എനിക്ക് മ്യൂസിക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അങ്ങനത്തെ നല്ല ലിറിസിസ്റ്റ്, നല്ല ലിറിക്സ് എഴുതുന്ന ആൾക്കാരെ എനിക്കധികം കണ്ടിട്ടില്ല എന്നല്ല, എൻ്റെ ഒരു വൈബ് കാണുമല്ലോ, അപ്പം അത് മാച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം. എനിക്കതാണ് പൊതുവെ ഇഷ്ടം. പക്ഷെ എന്നാലും ഇൻ ഫ്യൂച്ചർ മേ ബി നല്ല ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ മനസ്സിൽ ഇമാജിനേഷൻസൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. അത് സംസാരിക്കുകയല്ല, ത്രൂ സോങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ആദ്യം ഗ്ലോ എന്ന് പറഞ്ഞൊരു സോങ് ഇറക്കി. ആൻഡ് ഗ്ലോ എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ചെയ്ത പാട്ടാണ്. ആൻഡ് അത് ലിറിക്സൊക്കെ അവൻ പറഞ്ഞു, ബ്രോ അതിനെ ഒരു ഡെമോ ആയിട്ട് ലിറിക്സ് ഒന്ന് എനിക്ക് ചുമ്മാ ഒന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചു തരുമോ. അങ്ങനെ ഞാൻ ഡെമോ ആയിട്ട് ചുമ്മാ അങ്ങ് തട്ടിക്കൂട്ടിയ സാധനം അത്. പക്ഷേ അവനത് ഇഷ്ടപ്പെട്ടില്ല. അവൻ പറഞ്ഞാൽ നീ റീവർക്ക് ചെയ്യുക, എനിക്ക് വേറെ ട്രാക്ക് ചെയ്താൽ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. പക്ഷെ ആ ട്രാക്ക് അയച്ചു കൊടുത്തില്ല. അതിന് പകരം ഞാൻ ഈ ട്രാക്ക് വിത്തൗട്ട് ഇവൻ പ്രോപ്പർലി മിക്സ് മാസ്റ്ററിങ് ഒന്നും ചെയ്യാതെ ചുമ്മാ അപ്ലോഡ് ചെയ്തു. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. സോ ഐ തോട്ട് സീനില്ല, നമുക്കത് അങ്ങ് സ്പോട്ടിഫൈയിലും കൂടെ അപ്ലോഡ് ചെയ്യാം. സ്പോട്ടിഫൈയില എല്ലാ സ്റ്റോഴ്സിലും കൂടെ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തു, എല്ലായിടത്തും വന്നു. ഗ്ലോ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഞാൻ വിചാരിക്കുന്നതിലപ്പുറം റെസ്പോൺസൊക്കെ കിട്ടി. സോ ഐ തോട്ട് സെക്കൻഡ് സോങ് വൈ നോട്ട് ഒരു നല്ലൊരു പ്രോപ്പറായിട്ട്
ലിറിക്സ് ഒക്കെ എഴുതി ഒരു പാട്ടെഴുതാം, പാട്ട് ചെയ്യാം. അങ്ങനെയാണ് സെക്കൻഡ് സോങ് മാനസിയ മനസ്സേ എന്ന് പറഞ്ഞൊരു സോങ് ചെയ്തത്. അത് ആക്ച്വലി ഇൻസ്പയർഡ് ഫ്രം ഗിഫ്സൻ എന്ന് പറയുന്നൊരു മ്യൂസീഷ്യനുണ്ട്, ഭയങ്കര വലിയ മ്യൂസീഷ്യനാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു പാട്ടുണ്ട്, അതിലൊരു ഹുക്കുണ്ട്, ഒരു ഇൻസ്ട്രുമെൻ്റൽ ഹുക്കാണ്. അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ വരുമല്ലോ എവിടെ പോയല്ലത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് നമ്മുടെ മെയിൻ സംഭവമാക്കാം. അങ്ങനെയാണ് പുള്ളിയുടെ ഏത് പാട്ടെന്ന് ഞാൻ മറന്നു, പക്ഷെ എൻ്റെ പാട്ട് മാനസിക അല്ല, ആക്ച്വലി മനസ്സേന്നാണ്. അത് സ്പെല്ലിങ് തെറ്റിപ്പോയി. പഴയ പണ്ടത്തെ മനസ്സെന്നുള്ള ഈ കുറച്ച് തമിഴ് മൂവീസിനൊക്കെ ഇംഗ്ലീഷിൽ അത് മാനസികയെന്ന് എഴുതിയേക്കുന്നത്. സോ ഐ തോട്ട് അത് കറക്റ്റ് ആയിരിക്കുന്നു. പിന്നീട് ഞാനത് മാറ്റി, പക്ഷെ പിന്നീട് ഞാൻ ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റി, പക്ഷെ അതവർ വന്നില്ല. ഐ എം വെരി സോറി. പക്ഷെ മാനസിക എന്നിട്ടത് ഐ തിങ്ക് അത് എനിക്ക് നല്ലതായെന്ന് വേണം പറയാൻ. കാര്യം സെർച്ച് ചെയ്യുമ്പോഴെല്ലാം കിട്ടുന്നുണ്ട്, ഈസി ടു ഫൈൻഡ്. അത് യുണീക്ക് നെയിമും കൂടെയാണ്. അത് മാത്രമല്ല മനസ്സിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ദാറ്റ് സോങ് ടോക്സ് അബൌട്ട് ആസ് എൻ ആർട്ടിസ്റ്റ് എങ്ങനെയാ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്. പക്ഷെ ശരിക്കും നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ എനിക്ക് മനസ്സിലായത് നമ്മളൊരു പോയിന്റിൽ കിഡിലും ആകുമല്ലോ. ഒരു ഇംപ്രസ് ചെയ്യാൻ പറ്റുമോ, എൻ്റെ ഫ്രണ്ട് അങ്ങനെയാണ്, ആ ഒരു പോയിന്റിൽ ചിലപ്പോൾ അവർ ഷെയർ ആയിരിക്കും. പക്ഷെ അങ്ങനെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമല്ല, എൻ്റെ കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ട് പല. എനിക്കങ്ങനെ പേഴ്സണലി എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷെ എന്നാലും പക്ഷേ ഐ എം വെരി ഫോർച്ചുനേറ്റ് ടു ടെൽ, എനിക്കുള്ള കുറേ ഫ്രണ്ട്സ് എല്ലാം എൻ്റെ എന്താ പറയുക, എൻ്റെ എല്ലാ കോപ്രായത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അതായത് ഈ സീൻ പോഡ്കാസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. സോ അതിൽ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്. സോ അപ്പോൾ അങ്ങനത്തെ ഒരു സോങ് ഇറക്കുക എന്ന് വിചാരിച്ചു. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് മനസ്സേ ഓർ മാനസിയ. സോ മൈ തേർഡ് സോങ് ആരോ എന്ന് പറഞ്ഞ പാട്ടാണ്. എനിക്ക് അതിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. സോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ കേട്ടവരിൽ കൂടുതലും മ്യൂസിക്കലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ടെക്നിക്കലി സ്പീക്കിംഗ് എന്താ പറയുക, അതിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. കാര്യം അത് ഭയങ്കര ഒരു അമേച്ചർ ലെവൽ മ്യൂസിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് പേഴ്സണലി. സോ കാര്യം അതിൻ്റെ പ്രൊഡക്ഷൻ വൈസ് ആണെങ്കിലും വലിയ പാടൊന്നുമില്ല, നമുക്ക് ഈസിയായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവൽ ഒരു സോങ് ആൻഡ് കോമ്പോസിഷൻസ്. പക്ഷെ ലിറിക്സ് ഐ റിയലി വോണ്ട് ടു എനിക്ക് എൻ്റെ ഓഡിയൻസിനോട് സംസാരിക്കണമായിരുന്നു. ബിക്കോസ് അതൊരു പേഴ്സണൽ സാധനമാണ്. ലിറിക്സ് വൈസ് ആണെങ്കിലും എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് കുറേ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ കുറച്ച് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് ലിറിക്സ് വൈസ് ഓൾസോ അത് എനിക്ക് വേണമെങ്കിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ചെയ്ത് ബോധമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എഴുതാമായിരുന്നു. പക്ഷേ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഇങ്ങനെ കഥ നമ്മൾ സംസാരിക്കുന്ന പോലെ അങ്ങനത്തെ പാട്ട് എനിക്ക് വേണ്ടിയിരുന്നില്ല. പിന്നെ എനിക്ക് മലയാളം അത്രയും നല്ലതായിട്ട് അറിയാത്തതുകൊണ്ടും എനിക്ക് അത്ര നല്ല വാക്കുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ കുറേയൊക്കെ പ്രശ്നം അതിനുണ്ട്. പക്ഷേ കുറേയൊക്കെ അതിൻ്റെ മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ അതിനെപ്പറ്റി അറിയണമെങ്കിൽ അതിനെപ്പറ്റി ഞാൻ പറയാം. അറിയണമെങ്കിൽ കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് സെർച്ച് ആരോ ബൈ E3Y. അപ്പോൾ അതിൻ്റെ ഹോൾ സ്റ്റോറി അല്ലെങ്കിൽ ലിറിക്സ് അല്ലെങ്കിൽ അതിനെ പറ്റി ഒരു ബ്രീഫ് ഞാൻ എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. സോ പേഴ്സണലി ബേസിക്കലി അത് പാട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർമ്മ പോയ ഒരാൾ, ഞാൻ ഭയങ്കര ഒരു ഓർമ്മ പോയ ഒരാൾ എങ്ങനെയാണ് ദൈവമായിട്ട് കണക്ട് ചെയ്യുന്നത്. അവർക്ക് ഓർമ്മ പോകുന്നതിന് മുമ്പ് അവർ ഭയങ്കര റിലീജിയസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പം ഓർമ്മ പോയി, പിന്നെ എങ്ങനെയാണ് അവർ ദൈവം എന്നുള്ള ഒരാളെ മനസ്സിലാക്കുന്നത്, അങ്ങനെ അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് അവർ ഗൈഡ് ചെയ്യുന്നത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ആ പാടിൻ്റെ ടുവേർഡ്സ് ദി എൻഡ് അവർ മരിച്ചു കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു ഒരു പോയിന്റ് വരെ. അതാണ് ആ പാട്ട്.
പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ, ലിറിക്സിൻ്റെ ഒരു ചെറിയ പോർഷൻ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ കേട്ടാലേ അത് കണക്ട് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ആൻഡ് കുറച്ചധികം ആൾക്കാർ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു. അവർ ശരിക്കും പാട്ട് കേട്ടിട്ട് മെസ്സേജ് മനസ്സിലെ നീ അങ്ങനെ ചെയ്യണം, ഇവിടെ നെക്സ്റ്റ് സോങ്ങിൽ ഇങ്ങനെ മാറ്റണം, അങ്ങനെ ചെയ്യണം, കുറച്ചും കൂടെ. അതിൽ ഭയങ്കര സന്തോഷം. എനിക്ക് കുറേ ഫീഡ്ബാക്ക് ആ സോങ്ങിൽ നന്നായിട്ട് നല്ല ഫീഡ്ബാക്സ് കിട്ടി. അതിപ്പം എന്താ പറയുക, അത് ശരിക്കും പാട്ട് കേട്ടിട്ടാണല്ലോ അങ്ങനെ ഒന്ന് പറയാൻ. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. റീസെൻ്റ്ലി ഓൾസോ ഒരു ഡിസ്കഷൻ ഉണ്ടായി. അതിലും ഇങ്ങനെ എന്തുവാ ലിറിക്സിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായത്, ഒരു ചെറിയൊരു പോർഷൻ വായിച്ചാൽ മാത്രമല്ല, അത് ഹോൾ സോങ്, ഒരു ഹോൾ സോങ് അതിൻ്റെ ലിറിക്സ് ഇങ്ങനെ കേട്ട് പോയാൽ മാത്രമല്ല, അതിൻ്റെ ഒരു പോർഷൻ വായിച്ചാലും മനസ്സിലാവണം എന്ന ലെവലിൽ ഒരാൾ പറഞ്ഞു. ഞാൻ ആലോചിച്ചപ്പം മേ ബി ശരിയായിരിക്കാം, ശരിയാവാതിരിക്കാം. പക്ഷേ അങ്ങനെ ട്രൈ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. സോ ഹോപ്പ്ഫുള്ളി നല്ലൊരു പാട്ട്, നല്ല ലിറിക്സ്, നല്ല പാട്ട് ഉടനെ വരുന്നതായിരിക്കും. ഗോഡ് നോസ്, എനിക്കറിഞ്ഞൂടാ എന്ന് വരുമെന്ന്. സോ അതാണ് എൻ്റെ തേർഡ് സോങ്. പിന്നെ ഫോർത്ത് സോങ് ഒരെണ്ണം ഇറങ്ങി, മേഘം എന്ന് പറഞ്ഞിട്ട്. അതാരും കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ആ സോങ് എന്താ പറയുക, ഞാനൊരു ദിവസം ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ ജനൽ വഴി ഇങ്ങനെ മുഖത്ത് വെയിലടിച്ചേ. അപ്പോൾ ഞാൻ ജനൽ വഴി ഇങ്ങനെ പുറത്തോട്ട് നോക്കായിരുന്നു. അപ്പം ഇങ്ങനെ ഈ മേഘങ്ങളുണ്ടല്ലോ, അപ്പം അതിങ്ങനെ പറന്നു പോന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഓ മാൻ, എന്ത് രസമല്ലേ, എന്തിങ്ങനെ പോകുന്ന രസം. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനിപ്പോൾ താമസിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത്, ഞാൻ പണ്ടിവിടെയൊക്കെ കളിച്ചാണെന്നോ വളർന്ന സ്ഥലമാണ്. അപ്പം ആ ഓർമ്മയൊക്കെ എനിക്ക് പെട്ടെന്ന് വന്നു. അപ്പം സോങ് ടോക്സ് അബൌട്ട് ദി ഓൺലി തിങ്, ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ്. നമുക്ക് എന്താ പറയുക, നമുക്ക് പണ്ട് നമ്മൾ ഈ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നില്ലേ, ഇപ്പം നമ്മളെല്ലാവരും വളർന്നു. നമുക്ക് പെട്ടെന്നോ ഇനിയിപ്പോൾ ഊഞ്ഞാലിൽ കിടന്ന് ആടാൻ പറ്റൂല, സ്ലൈഡിച്ച പോകാൻ പറ്റത്തില്ല. പക്ഷേ ദി ഓൺലി തിങ്, നമ്മളിപ്പോഴും എത്ര പ്രായമായാലും നമ്മളിങ്ങനെ ആ മേഘത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ പല മേഘങ്ങൾ പല ഷേപ്പിൽ വരുന്നു. അതിപ്പോഴും നമ്മൾ നോക്കാറുണ്ടല്ലേ സമയം കിട്ടുമ്പോഴൊക്കെ. അപ്പം അത് ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ ചൈൽഡ്ഹുഡുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാനും, അത് നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇവൻ എന്തോ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും ജഡ്ജ് ചെയ്യാതെ നമുക്ക് സ്മൂത്തായിട്ട് ഇങ്ങനെ അപ്പം നോക്കാനൊക്കെ പറ്റിയ, അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് മേഘം. അപ്പം അത് പെട്ടെന്ന് തന്നെ ചൈൽഡ്ഹുഡ് മെമ്മറീസിലോട്ട് എന്നെ കൊണ്ടുപോയി. അപ്പോൾ അതാണ് ആ പാട്ടുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ എല്ലാ പാട്ടിലും എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്. കാര്യം അതിൻ്റെ ഒരു ലിറിക്സ് ആണെങ്കിലും അതിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു മൂഡാണെങ്കിലും ഭയങ്കര ഒരു നഷ്ടപ്രണയം പോലെ ആയിപ്പോയ പാട്ട്. പക്ഷേ നഷ്ടപ്രണയത്തിലുപരി അതൊരു എൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡിനെ ഇങ്ങനെ ആലോചിക്കുന്നൊരു പാട്ടായിട്ടാണ്. എൻ്റെ മാത്രമല്ല, പലർക്കും അത് റെസനേറ്റ് ആയിരിക്കും പാട്ട്. എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാം. സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് സബ്സ്ക്രിപ്ഷൻ ഇല്ല എന്ന് തോന്നുന്നു. എന്തായാലൊക്കെ ചെയ്യാം, ഫോളോ ചെയ്യാം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത പാട്ട് ഏതാണോ? ഇതിപ്പോൾ എത്ര പാട്ടായി? ഇതിപ്പോൾ 4 പാട്ടായില്ലേ? 4 പാട്ട്. 5ാമത്തെ പാട്ട് വന്നിട്ട് അത് മേഘം, കുഞ്ഞിപ്പെണ്ണെ. മൈ 5th സോങ് ഇസ് കുഞ്ഞിപ്പെണ്ണെ. കുഞ്ഞിപ്പെണ്ണെ is so special man. കാര്യം കുഞ്ഞിപ്പെണ്ണെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പാട്ടൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്യുമ്പം ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും സീൻ ഗൈസ്, ക്യാമറ എൻ്റെ കൂടെ വന്നു. ഓക്കെ. അപ്പം ഞാനതൊരു തെറ്റായിട്ട് പറയുന്നില്ല. അത് ആൾക്കാരെ എന്തെങ്കിലും പറ്റി, കുഞ്ഞിപ്പെണ്ണെന്ന് ഉദ്ദേശിക്കുന്ന ആരാടാ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരായിട്ട് തോന്നുന്നു ചോദിക്കാം. അപ്പോൾ അവരെന്തെങ്കിലും പറയുമെങ്കിൽ ഞാൻ അതെന്നെ ഉദ്ദേശിച്ചെന്ന് ഞാൻ പറയും. ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല. പക്ഷെ എന്നാലും കുഞ്ഞിപ്പെണ്ണെന്ന് പറയുമ്പം എൻ്റെ ചേട്ടനും ചേച്ചിയുടെയും ബേബിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്ത പാട്ടാണ്. ആ ബേബി എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം എങ്ങനെ പറയാൻ, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ എനിക്ക് എൻ്റെ ഇഷ്ടം എക്സ്പ്രസ് ചെയ്യാൻ അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ. ഇങ്ങനെ പബ്ലിക്കിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇമോഷൻ ഇല്ലാത്തൊരു മുഖമായിട്ടാണ് ഞാൻ
പൊതുവേ വിളിപ്പോവാറ്. അപ്പം എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് പല ഇങ്ങനെയൊക്കെയുള്ളൂ. സോ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പാട്ട് വന്നു, കുഞ്ഞിപ്പെണ്ണെ എന്ന് പറഞ്ഞിട്ട്. ആ പാട്ട് ലിറിക്സ് എഴുതാൻ സഹായിച്ച തിരുവല്ല ഡോണിൻ്റെ അടുത്തും ഈ സമയത്ത് നന്ദി അറിയിക്കുന്നു. തിരുവല്ല ഡോണിനെ പറ്റി നമുക്ക് പിന്നൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതിരിക്കുന്നു. സോ അതിൻ്റെ ഇനിഷ്യൽ ഐഡിയാസ് എല്ലാം ഇങ്ങനെയൊക്കെ ഒരു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഐഡിയ പറഞ്ഞു. ഞാനതിനെ പാട്ടിന് ചേരുന്ന രീതിയിൽ ലിറിക്സാക്കി മാറ്റി. അങ്ങനെ ആ പാട്ട് വന്നത്. പിന്നീട് ഈ കുഞ്ഞിപ്പെണ്ണ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് കുഞ്ഞിപ്പെണ്ണുകൾ ഞങ്ങളുടെ എൻ്റെ ചേട്ടന്മാർ, ചേച്ചിമാരെ മക്കളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കുറേ കുഞ്ഞിപ്പെണ്ണുകളായി. അപ്പോൾ എല്ലാവർക്കും പാട്ടായി. ഐ മീൻ കുഞ്ഞിപ്പെണ്ണേ നീ സീൻ. സോ അതായിരുന്നു എൻ്റെ 5th സോങ്. സോ മൈ 6th സോങ് ഈസ് ഇതായേ എന്ന് പറഞ്ഞ പാട്ടായിരുന്നു. സോ അത് ബേസിക്കലി അത് മൊത്തത്തിൽ ഫ്ലോപ്പായിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മിക്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്തൊക്കെയോ ഒന്ന് പ്രോപ്പറായിട്ട് മിക്സൊക്കെ ചെയ്തു, പക്ഷെ അതിൻ്റെ ഫയൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നീട് എനിക്ക് ഈ പാട്ട് അപ്ലോഡ് ചെയ്യണം. എൻ്റെ മനസ്സിലിങ്ങനെ എവറി മന്ത് ഞാൻ ഒരു പാട്ട് റിലീസ് ചെയ്യും. പക്ഷെ ഒരു 7 സോങ്സ് എന്നുള്ളൊരു മനസ്സിലിതുണ്ട് ഒരു വർഷത്തേക്ക്. ഫസ്റ്റ് 7 മന്ത് അല്ലെങ്കിൽ ഞാൻ ഒരു പാട്ട് ഇറക്കി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് എവറി മന്ത് ഞാൻ ഇറക്കും ഒരു 7 സോങ് ഫോർ എൻ ഇയർ. ഒരു വർഷം 7 സോങ് അങ്ങനെ. അപ്പം ഇപ്പം 7 സോങ് ഈ വർഷമായി. ഇനി ഒരു 3 സോങ്സും കൂടെ ഉണ്ട്. ഐ മീൻ 3-4 മാസം, ഐ മീൻ മേ ബി കുറച്ച് മാസങ്ങളുണ്ട്. അപ്പോൾ ആ മാസം വരുന്ന ഞാൻ വേറെ കുറേ പാട്ടുകൾ വർക്ക് ചെയ്യും. അത് നെക്സ്റ്റ് ഇയർ ഞാൻ ഇറക്കും. അതായിരുന്നു എൻ്റെ ഈ വർഷത്തെ റെസൊല്യൂഷൻ, വൺ ഓഫ് ദ റെസൊല്യൂഷൻസ്. അത് ഞാൻ പോഡ്കാസ്റ്റിൽ പറഞ്ഞില്ല, പക്ഷേ ഞാനിപ്പോൾ പറയാം. അതായിരുന്നു. സോ അത് ഏതാണ്ട് ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. സോ ഇതായെന്ന് പറയുമ്പോൾ അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. ഓട്ടോട്യൂണിൻ്റെ കുറച്ച് പ്രശ്നം. പക്ഷെ ഞാനത് കണ്ണടച്ചങ്ങ് വിട്ടു. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് പാട്ടിറക്കണം. പിന്നെ നല്ലൊരു സോങ് ആയിരുന്നു. പിന്നീട് ഇതായെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അയ്യോ അവൻ വണ്ടി വാങ്ങിച്ചു, എനിക്കതുപോലത്തെ വണ്ടി വേണം, അങ്ങനത്തെ ആഗ്രഹങ്ങളല്ല. ചില ആഗ്രഹങ്ങളുണ്ട്. മേ ബി യു വോണ്ട് ബി എൻ മ്യൂസീഷ്യൻ വിത്തൗട്ട് ഇവൻ സീയിങ് ഐ മീൻ വേറൊരു മ്യൂസീഷ്യനെ കാണാതെ. ഐ മീൻ അങ്ങനെയല്ല, ചില ആഗ്രഹങ്ങൾ എങ്ങനെ പറഞ്ഞു തരുമെന്ന് അറിയത്തില്ല. സോ ചില ആഗ്രഹങ്ങൾ അതൊരു മേ ബി ഞാൻ കുറച്ച് റിലീജിയസ് ആയിട്ട് പറയാം. ചിലവർക്കുണ്ട് മിഷണറി ആയിട്ട് പോകണമെന്നൊക്കെ. അപ്പം ഇത്തരം ആഗ്രഹങ്ങൾ ചുമ്മാ ഉണ്ടാകുന്നതല്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഐ മീൻ പ്രതീക്ഷയല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് ദൈവമായിട്ട് തരുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എങ്ങനെ പോയാലും ആ ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്കൊരു മ്യൂസീഷ്യൻ ആവണം. ഐ മീൻ ഒരു മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഇതുപോലെ പല ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. സോ അങ്ങനെ ഉള്ളൊരു ഈ മറ്റേ റാറ്റ് റേസ് ഉണ്ടല്ലോ, അതുപോലെ ഇപ്പം നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് വേൾഡാണ്. അപ്പം റോബോട്ട് പോലെ നമ്മളെന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ ലൈഫിൽ. അപ്പം ശരിക്കും ഞാൻ ഇമാജിൻ ചെയ്തത് ബീങ് ആ സെൽഫ് ഇങ്ങനെ ഓർഗാനിക് ബോഡി ഉണ്ടെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം റോബോട്ട് പോലെ ആ ലൈഫിൽ എന്നും പണി ചെയ്യുക, ഉറങ്ങുക, എഴുന്നേക്കുക, പണി ചെയ്യുക, ഉറങ്ങുക, എഴുന്നേക്കുക, ഇങ്ങനത്തെ റൂട്ടീനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉള്ളിൻ്റെ മനസ്സിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു ആഗ്രഹം ഇങ്ങനെ പാട്ട് പാടുന്നത് പോലെ, അത് ഒരു റോബോട്ടിൻ്റെ വായിന്ന് പാട്ട്, എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനത്തെ ഒരു സംഭവമാണ് ആ പാട്ട്. സോ അങ്ങനെയൊക്കെ പോയി. അതായിരുന്നു എൻ്റെ 6th സോങ് ഇതായ. സോ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇത്രയും പാട്ട് ഒരു സ്വന്തമായിട്ട് പാട്ട് എഴുതുക, കമ്പോസ് ചെയ്യുക, അതിന് മ്യൂസിക് ഇടുക, പിന്നീട് എന്താ പറയുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അതത്ര എളുപ്പമുള്ളതല്ല. നമുക്ക് കവർ എത്ര വേണമെങ്കിലും ചെയ്യാമെന്ന് എനിക്ക് അതിന് ശേഷം കവർ ചെയ്യാൻ തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. കവർ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതുപോലെ സ്വന്തമായിട്ട് പാട്ട് എഴുതുക എന്ന് പറയുമ്പോൾ ഭയങ്കര മെനക്കെട്ട പരിപാടി. അതിന് മിക്സ് മാസ്റ്റർ ചെയ്യുക, അതിന് നമ്മൾ തന്നെ മാർക്കറ്റിംഗ് ചെയ്യുക. ഞാൻ മാർക്കറ്റിംഗ് ഒന്നും ചെയ്യാറില്ല, കാര്യം എനിക്കതിന് താല്പര്യമില്ല എന്ന് വെച്ചാൽ മെനക്കെട്ട പണിയാണ്. മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രൊമോഷൻസ്, പല ആൾക്കാരെ പോയി ഷെയർ ചെയ്യടാ മോനെ, ഷെയർ ഇടാ കുട്ട എന്നൊക്കെ പറയാൻ
എനിക്ക് അല്പം മടിയാ. പക്ഷെ ഞാൻ ഇപ്പം ഷെയർ ചെയ്യാറുണ്ട്. നമ്മൾ നാണക്കേട് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ സാധനം ആരെങ്കിലുമൊക്കെ കേൾക്കണ്ടേ. അപ്പം അങ്ങനെയാണ് ഗൈസ് 6 സോങ്സ്. 7ാമത്തെ സോങ് ഈ സാറ്റർഡേ വരുന്നതായിരിക്കും. എല്ലാവരും പോയി കാണുക, കേൾക്കുക. കാണാനൊന്നുമില്ല, പാട്ട് മാത്രമായിരിക്കും വരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അത് ഈ ഒരു പ്രോസസ്സിലായിരുന്നു ഗൈസ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് പോഡ്കാസ്റ്റിൽ വൺ ഓഫ് ദ റീസൺസ് ഇതാണ്. എനിക്ക് പോഡ്കാസ്റ്റിൽ അത്രയും ആക്റ്റീവായിട്ട് നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റാത്തതും കാര്യമല്ല. അത് മാത്രമല്ല, വേറെ കുറേ കാര്യങ്ങൾ ലൈഫിൽ നടന്നു. അതിനെപ്പറ്റി ഞാൻ ഉടനെ തന്നെ പറയുന്നതായിരിക്കും. ഉടനെ തന്നെ അതിനെപ്പറ്റി ഞാൻ പറയാം. കുറച്ചധികം ആൾക്കാർ പോഡ്കാസ്റ്റിൽ ഇനിയും വരും. കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ, വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരും, ഫിലിം മേക്കേഴ്സ് ആവാൻ താല്പര്യം ആൾക്കാരും, എന്നെ പോലെ മ്യൂസീഷ്യൻസ് ആവാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വരുന്നതായിരിക്കും പോഡ്കാസ്റ്റിൽ. അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു എപ്പിസോഡായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഞാൻ എബി. ബൈ.